അപ്പോൾ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ യുഎഫ ചാമ്പ്യൻസ് ലീഗ് പാർട്ട് 2 എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ ടീം ഈസ് ഓൾറെഡി ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പം നമുക്കിന്ന് മാച്ചിലേക്ക് പോവാം. നമ്മൾ കഴിഞ്ഞ കളി 11-1 അവസാനിപ്പിച്ചപ്പോൾ ഇന്നത്തെ കളി എത്രയും നമ്മൾ അവസാനിപ്പിക്കും എന്ന് നോക്കാം. അപ്പോൾ വായോ യെസ് പ്ലേ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യുക. ഒരു 1K ഒക്കെ നമുക്കൊന്ന് ലൈക്ക് ആക്കാം. നെവരായിട്ടില്ല, അതുകൊണ്ടാട്ടോ. ഓക്കെ, പെട്ടെന്ന് വാ ഒന്ന് പെട്ടെന്ന്. യെസ്, അത്ലറ്റിക്കോ മാഡ്രിഡ് vs റയൽ മാഡ്രിഡ്. ഓക്കെ ഗൈസ്, കിക്ക് ഓഫ്. യെസ്, ദിസ് our team. ഓക്കെ, സ്റ്റാർട്ട്. ഓക്കെ, ഇന്ന് നമുക്ക് ആരെയൊക്കെ ഹാട്രിക് അടിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. It's Mbappe with the ball. Yeah, the Mbappe. It's goal. No, yes, goal. Oh my God! Within സെക്കൻഡ്സിനുള്ളിൽ നമ്മൾ ഗോൾ അടിച്ചിരിക്കുകയാണ്. എംബാപ്പെ, ദ മോസ്റ്റ് ഇൻക്രെഡിബിൾ പ്ലെയർ. ഓക്കെ, ഒരു ഗോള് നമ്മൾ സ്ട്രൈക്കർ ടു റൈറ്റ് വിങ്ങറായി ഒരു ഗോൾ അടിച്ചിരിക്കുകയാണ്. നമ്മൾ 1-0 മുമ്പിൽ. അപ്പം 12-1 അഗ്രഗേറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും അതാരാണ്? I think that is Bellingham. Bellingham with the ball. Okay, shoot. അങ്ങോട്ട് പോ. Oh, that's a simple goal for Bellingham. What a simple goal it was. Oh my God. അത് നമ്മളിതാ ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുക. എന്നിട്ട് ജസ്റ്റ് ഒരു കുത്തി അങ്ങ് വിട്ടേക്കുകയായിരുന്നു നമ്മൾ ചെയ്തത്. Oh my God. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ടു എംബാപ്പെ. ഇന്ന് എംബാപ്പെ ഹാട്രിക് അടിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് കണ്ടറിയാം. എംബാപ്പെ. ഓ മൈ ഗോഡ്. ഇറ്റ്സ് വിനീഷ്യസ്. ഡേവിഡ് റായ ഈസ് ഡൂയിങ് വെൽ. ഹിസ് ഗോൾ കീപ്പിംഗ് ഈസ് വെൽ എന്ന് നമുക്ക് വേണേൽ പറയാൻ സാധിക്കും. ഡേവിഡ് റായ ദാറ്റ്സ് പോസ്റ്റിൽ തട്ടുകയാണ്. ഐ തിങ്ക് ബോൾ വിൽ ബി ദ ബെസ്റ്റ് ഫ്രണ്ട് ഓഫ് ദ ഗോൾ കീപ്പർ. ഏകദേശം 24-21 മിനിറ്റോളം ആയിട്ടുണ്ടെന്ന് തോന്നുകയാണ് എൻ്റെ മനസ്സിൽ. ടു റോഡ്രിയാഗോയിൽ നിന്നും ഇനി ആരിലേക്ക് പോകും? ബിലീവ് ഇറ്റ്. 3 ഗോളിൽ നമ്മൾ മുമ്പിലാണ്. ഇപ്പോൾ അഗ്രിഗേറ്റ് എത്രയാണ്? 14. യെസ്, 14-1. ഇത് തമാശ. ഒരു ഗോളും അടിച്ചില്ലായിരുന്നെങ്കിലും ബിഗിനർ ലെവലായതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, എംബാപ്പെ. വിത്ത് ഡബിൾ ടുഡേ ഇൻ ദിസ് ഗെയിം. ഡബിളാണെന്ന് എംബാപ്പയ്ക്ക് ഈ ഗെയിമിൽ. നമുക്ക് ഇനിയും ഉണ്ടേ കുറേ സെക്കൻഡ്സോളം, ഇനിയും ഏകദേശം മിനിറ്റുകൾക്കും ഉണ്ട്. ഡേവിഡ് റായയിലേക്ക് നമ്മൾ ടാക്കിൾ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഡേവിഡ് റായ അല്ലല്ലോ, ഇതാരാ? സോറി, ഡേവിഡ് റായ അല്ല ഇത്. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പറിനൊന്നും അറിയില്ല. ഡേവിഡ് റായ ആർസനലല്ലേ? സോറി ഫോർ ദി ഇൻകൺവീനിയൻസ്. സോറി, ഇത് ഡേവിഡ് റായ അല്ല. സോറി. എംബാപ്പെ ഹാട്രിക്. എംബാപ്പെ ഹാട്രിക് അടിച്ചിരിക്കുകയാണ്. അങ്ങനെ ഹാഫ് ടൈമിന് മുമ്പ് തന്നെ എംബാപ്പെ ഹാട്രിക് അടിച്ച് നമ്മൾ 5-0 മുമ്പിലാണ് നിൽക്കുന്നത്. അതെ, ഇത് സന്തോഷത്തിൻ്റെ നിമിഷങ്ങളാണ് ഗൈസ്, സന്തോഷത്തിൻ്റെ നിമിഷങ്ങൾ. ഓക്കെ, ആ ബോൾ ഞാൻ വിചാരിച്ചത് ഗോളടിക്കുന്നു. ഓക്കെ, ഹാഫ് ടൈമിലേക്ക് കടന്നിരിക്കുകയാണ്. യെസ്, നമുക്ക് ആരെങ്കിലും സബ്സ്റ്റിറ്റ്യൂഷൻ എടുക്കണേ? മോഡ്രിക് ടു ബെൽഹാം. വാൾവേഡേനെ കൊടുത്താൽ മതി. സേവ് കൊടുത്തു. യെസ്, മോഡ്രിക് 40-ാം വയസ്സിലും കളിക്കളത്തിലേക്ക് തുള്ളിച്ചാടി. 39-ാം വയസ്സിലും കളിക്കളത്തിലേക്ക് തുള്ളിച്ചാടിയെത്തുന്ന മോഡ്രിക്. ഇറ്റ്സ് ടു ബി വിനീഷ്യസ്. ഇന്ന് ഗോളൊന്നും അടിച്ചില്ല, അതിനാൽ വിനീഷ്യസിന് വേണ്ടി നമുക്കൊരു ഗോൾ അടിക്കാം. വിനീഷ്യസ് ഈസ് അറ്റാക്കിംഗ് ടു റൈറ്റ് വിങ്. ലെഫ്റ്റ് വിങ്ങിലെന്ന് പേര്, റൈറ്റ് വിങ്ങിലെന്ന് കളിയും. ഓ മൈ ഗോഡ്, പെനാൽറ്റി. മൈ ഗോഡ്, പെനാൽറ്റി. എംബാപ്പെ ആയിരുന്നു എടുക്കുന്നത്. കുഴപ്പമില്ല. എടുത്തു, ജസ്റ്റ് മിസ്സിനോ. അത്ലറ്റിക്കോ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ ഐ തിങ്ക് ഒബ്ലാക്ക് ആണെന്നാണ് തോന്നുന്നത്. എനിക്ക് അറിയില്ല ശരിക്കും, നിങ്ങൾ ജസ്റ്റ് ഒന്ന് പറയാം. ഓക്കെ, ഞാൻ പറയുന്നില്ല. എംബാപ്പെ ടു വിനീഷ്യസ്.
ഈ ഗോൾ കീപ്പർ ഒബ്ലാക്കാണോ ഇത്? എനിക്കറിയില്ല കേട്ടോ. ഓക്കെ, നമുക്ക് കോർണർ ആണ്, അല്ല ഗോൾ കിക്ക്. അപ്പോൾ നമ്മളിപ്പം എത്രയാണ്? 6-0 മുമ്പിലാണ് കേട്ടോ. അപ്പം ഹാഫ് ടൈം കഴിയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ഗോളാണ് നമ്മൾ എംബാപ്പെ തന്നെയാണ് അടിക്കുന്നത്. ഫുൾ എന്താണ് നമ്മുടെ ഫസ്റ്റ് ഹാഫിന് മുമ്പ് നമ്മൾ കളി സ്റ്റാർട്ട് ചെയ്യും. കിക്ക് ഓഫിനും വിനീഷ്യസ്, യെസ്, വിനീഷ്യസിൻ്റെ വക ഒരു തകർപ്പൻ ഗോൾ. ഓക്കെ ഗൈസ്, വിനീഷ്യസ് സൂപ്പർ ഗോളാണ്. എന്തായാലും നമ്മളിപ്പോൾ ഈ കളി ജയിച്ചു. ഇനി ആർസെനലുമായിട്ടാണോ അതോ ആർസെനലിന് കളിച്ച ആ ഒരു ടീമൊക്കെ ആയിട്ടാണോ, ഏത് ടീമായിട്ടാണ് നമ്മൾ അടുത്ത ക്വാർട്ടർ ഫൈനൽ കളിക്കുന്നതെന്നാണ് എനിക്കറിയാത്തത്. ആർസെനലായിട്ടാണ് നമുക്ക് ആർസെനലിനെ പൊട്ടിക്കേണ്ടതാണ്. ജസ്റ്റ് വെച്ച് നമ്മൾ കയറി, ബോൾ നമ്മുടെ കയ്യിലാണ്. ജസ്റ്റ് ഷൂട്ട്. ഏതാടാ നീ? മോഡ്രിക് 39-ാം വയസ്സിലും മൊബൈലിൽ കിടന്നുണ്ട്. എൻ്റെ പൊന്നടാ ബൈ, സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ ഗൈസ്, ഇപ്പോൾ ഇടയിലാണ് വാൾവടയാണ്. യെസ്. പവർ ഷൂട്ട് അങ്ങ് അടിച്ചു കൊടുത്തു വെച്ചു. നമ്മുടെ വാവടെ എന്തോ പറയാം, നമുക്ക് വാൾ എന്ന് വിളിക്കാം. നമ്മുടെ വാളിൻ്റെ കാലൊരു വാള് തന്നെ അടിച്ചങ്ങ് ചെത്തിപ്പോകുമ്പോൾ. ഓക്കെ ഗൈസ്, ഈസ് 9-0. അപ്പം നമുക്ക് ഈ കളിയും 11 അവസാനിപ്പിച്ചാലോ? എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? എംബാപ്പെ ടു വിനീഷ്യസ് ആണോ? വിനീഷ്യസിനെ ഇന്ന് ഹാട്രിക് അടിച്ചതിന് പിന്നെ പ്രശ്നം തീർന്നില്ലേ? 2 ഹാട്രിക്. ഓക്കെ, യെസ്, വിനീഷ്യസിൻ്റെ ഹാട്രിക് ആണോ അല്ലയോ എന്നൊന്നും എനിക്കറിയില്ലെങ്കിലും ഹാട്രിക് അല്ല, 2 ഗോൾസ് അടിച്ചിട്ടുള്ളൂ ഇതുവരെയായിട്ടും. 10-0. അപ്പോൾ നമുക്ക് ഒരു ഗോളും കൂടെ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമുക്ക് ആ ഒരു കളിയായിട്ടൊരു സമീപപ്പെടുത്താം. വിനീഷ്യസെ കൊണ്ടുപോകണോ? നീ കൊണ്ടിട്ട് ഹാട്രിക് അടിക്കി. എങ്ങനെയുണ്ട് എൻ്റെ ഐഡിയ? ഇത് പെട്ടെന്ന് സ്പ്രിൻറ്റ് ചെയ്ത് പോകും. നീ അടിച്ചോ, നീ ഫിനിഷ് ചെയ്തോ. ഗോൾ ടു മേക്കിംഗ് എ ഹാട്രിക്. വാട്ട് എ അൺബിലീവബിൾ ഹാട്രിക് ആയിരുന്നു അത്. എൻ്റെ മോനെ, അത് സീൻ ഹാട്രിക് തന്നെയായിരുന്നു. 11-0. ഇന്ന് നമ്മൾ 2 ഹാട്രിക്, കഴിഞ്ഞ കളിയിൽ നമ്മൾ ഹാട്രിക് അടിച്ചതേ ഇല്ല. ഇന്ന് നമ്മൾ ഹാട്രിക് അടിച്ചു, അതും 2 പേരും, വിനീഷ്യസ് ആൻഡ് എംബാപ്പെ. ഇനി എംബാപ്പെ ആണോ, ആരാണിത്? വാൾവടയാണോ, ആരാണിത് എന്നൊന്നും എനിക്ക് കാണുന്നില്ല. വാൾവട ഈസ് 2 ഗോൾസാണ്, ഒരു ഗോൾ. നമ്മൾ 12-0 എത്തി. അപ്പോൾ കഴിഞ്ഞ കളീൻ്റെ അത്രയില്ല. പെട്ടെന്നാവട്ടെ, ഇതെന്താ ഇത് അല്ലേ? ഓക്കെ, നമ്മൾ കളി കഴിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അപ്പോൾ നമ്മുടെ അഗ്രഗേറ്റ് 23-1 ആണോ അതോ എത്രയാണെന്ന് അറിയില്ല. യെസ്, നമ്മൾ 12-0 ജയിച്ചിരിക്കുകയാണ്. 23-1 കണ്ടില്ലേ, നമ്മൾ പൊളിയല്ലേ? യെസ്, ഇനി അടുത്ത കളി ആരുമായിട്ടാണെന്നാണ് നമുക്കറിയാത്തത്. കണ്ടിന്യൂ കൊടുക്കൂ. അപ്പം അടുത്ത കളി ആരുമായിട്ടായിരിക്കും എന്നെനിക്കറിയില്ല. സുഹൃത്തുക്കളെ, നോക്കാം ആരുമായിട്ടായിരിക്കുമെന്ന്. ലെവലപ്പായി ഗായ്സ്. ലെവൽ 11 റീച്ച്ഡ്. ലെവൽ എത്തി. അത്രയ്ക്ക് എത്തിയുള്ളൂ. ഓക്കെ ഗായ്സ്, നമ്മൾ ആർസെനലുമായിട്ടാണ് അടുത്ത കളി ഗായ്സ്. അപ്പോൾ അടുത്ത കളിയുമായി വീണ്ടും കാണാം. ടാറ്റ ബൈ ബൈ, സീ യു. സബ്സ്ക്രൈബ്.